ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS റൂളിൽ 2024 വന്നിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് വരെ CSEBയുടെ നമുക്ക് ആക്റ്റിൽ നിന്നുള്ള അമെൻമെൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആക്റ്റിൽ നിന്നുള്ള നമ്മുടെ അമെൻമെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റൂളിൽ അമെൻമെൻറ്റ് ഒന്നും ബാധകമായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഏപ്രിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ വരുന്ന എക്സാം മുതൽ ഈ അടുത്ത എക്സാം മുതൽ റൂളിലെ അമെൻമെൻറ്റുകളും ബാധകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൂളിലെ അമെൻമെൻറ്റുകളും ആക്റ്റിലെ അമെൻമെൻറ്റുകളും രണ്ടും പഠിച്ച മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഈ അമെൻമെൻറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ KCS റൂളിൽ ചില ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ KCS റൂള് എന്ന് പറയുന്നത് ഡിസംബർ 31, 2024 അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആദ്യം വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് റൂള് 2 വന്നിരിക്കുന്നത്. റൂള് 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. അപ്പോൾ നമ്മൾ ആക്ടിൻ്റെ അമെൻമെൻറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ സെക്ഷൻ 2 നമുക്ക് ഒത്തിരി അമെൻമെൻറ്റ്സുകൾ ഉണ്ടായിരുന്നു ഈ ഡെഫിനിഷനെ പറ്റിയിട്ട്. പക്ഷേ റൂള് 2 പ്രധാനമായിട്ടും 3 അമെൻമെൻറ്റുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. അതിൽ ആദ്യം റൂള് 2A എന്ന് പറയുന്ന ഒരു പുതിയ റൂള് ആഡ് ചെയ്തു എന്നുള്ളതാണ്. റൂള് A എന്ന് പറയുന്നത് ആക്റ്റായിരുന്നു. റൂള് 2A എന്ന് പറയുന്നത് ആക്റ്റായിരുന്നു. റൂള് 2AA എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടായിരുന്നു. ആ ഒരു റൂള് കഴിഞ്ഞ് അടുത്തത് പറയുന്നത് AI ആണ്. റൂള് 2AI അതിൽ പറയുന്നത് ഓഡിറ്റ് ടീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് as stipulated under subsection 9 of section 63 of the act എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പ്രകാരം DCA അപ്പോയിൻ്റ് ചെയ്ത ടീം ഓഫ് ഓഡിറ്റേഴ്സ് അവരെയാണ് ഈ ഓഡിറ്റ് ടീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റൂൾ 2 AI എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പറയുന്നത്. പിന്നെ അടുത്തതും ഒരു പുതിയ ഒരു ഡെഫിനിഷൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അത് AB ആണ്. അപ്പോൾ AI കഴിഞ്ഞ് AB എന്ന് പറയുന്ന ഒരു പുതിയ ഡെഫിനിഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റൂള് 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമാണ് AB എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദ ആക്ട് എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 57E അനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആക്ടിൻ്റെ അമെൻമെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. 57E എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. അതിലുള്ളതാണ് ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഇതായിപ്പോയ സൊസൈറ്റികളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന നാമാവശേഷമായി പോയ സൊസൈറ്റികളുടെ എല്ലാം പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ടാണ് ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിൻ്റെ റൂള് എന്ന് പറയുന്നത് റൂള് 2AB ആണ്. അപ്പോൾ ഇത് രണ്ടും പുതിയതായിട്ട് വന്ന 2 ഡെഫിനിഷൻസ് ആണ്. പിന്നെ പേഴ്സൺ, റൂള് 2H എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. അതിൽ മുമ്പ് ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഈ പേഴ്സൺ എന്നതുകൊണ്ട് പറയുന്നത്. പക്ഷെ ഇപ്പോഴോ ഇൻക്ലൂഡഡ് ദ ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രേഡ് അണ്ടർ ദിസ് ആക്ട് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇത് 3 ചേർന്നതിനെയാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സണിൽ ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം. ഈ 3 ഡെഫിനിഷൻസിൽ മാത്രമാണ് റൂള് 2 മാറ്റം വന്നിരിക്കുന്നത്. AI AB എന്ന് പറയുന്ന പുതിയ 2 റൂൾസ് ഡെഫിനിഷൻസ് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ H എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഒരു ചെറിയ അമെൻമെൻറ്റും വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത മാറ്റം സംഭവിച്ചിരിക്കുന്നത് റൂള് 3 ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ് റൂള് 3 എന്ന് പറയുന്നത്. റൂള് 3 1 എന്ന് പറയുന്നത് സബ് റൂള് 1 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോം നമ്പർ 1 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനെന്നാണ് റൂള് 1 സബ് റൂള് 1 പറയുന്നത്. അതിൽ
ABCDE എന്ന് പറയുന്ന നമുക്ക് കുറച്ച് ക്ലോസുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ ഓരോ ഷെയർ എടുത്തില്ലേ, ആ ഷെയർ എടുത്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതിൽ ക്ലോസ് ബിയിൽ പറയുന്നത് നമ്മുടെ ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് പറയുന്നത്. ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. അത് ആ ഒരു ക്ലോസ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ക്ലോസ് ബി ആണത്. റൂള് 3 സബ് റൂള് 1 ക്ലോസ് ബി എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്തു, അതിനിയില്ല. പിന്നെ അതിൽ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന അടുത്ത മാറ്റം എന്ന് പറയുന്നത് സബ് റൂള് 6 മാറ്റം വന്നിരിക്കുന്നത്. 6 രജിസ്ട്രേഷൻ ഫീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. രജിസ്ട്രേഷൻ ഫീസുകൾ മാറിയിട്ടുണ്ട്. ഒരു സൊസൈറ്റിയുടെ അത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ പ്രവർത്തന പരിധി വിത്തിൻ എ താലൂക്ക് ആണെങ്കിൽ മുമ്പ് 2000 രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് 2500 രൂപയായിട്ടുണ്ട്. പിന്നെ ഒരു താലൂക്ക് ആൻഡ് എബവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, ഒരു താലൂക്കും അതിൽ കൂടുതലും പക്ഷേ ഒരു ഡിസ്ട്രിക്റ്റിൽ കുറവുമാണെങ്കിൽ 4000 രൂപയായിരുന്നു. അത് മാറി 5000 രൂപ എന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 രൂപയായിരുന്നു, അത് മാറി 6250 രൂപയായിട്ടുണ്ട്. പിന്നെ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 10000 ആയിരുന്നു, അതും മാറി അതിന് പകരം 12500 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നത്. ഒരു താലൂക്ക് ആണെങ്കിൽ 2500, ഒരു താലൂക്കും അതിൽ കൂടുതലും ഒരു ഡിസ്ട്രിക്റ്റിൽ കുറവുമാണെങ്കിൽ 5000 രൂപ, ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 6250 രൂപ, ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലാണെങ്കിൽ 12500 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ റൂള് 3 വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 7 എന്ന് പറയുന്ന ഒരു പുതിയ സബ് റൂൾ ആഡ് ചെയ്തു. 6 സബ് റൂളുകളാണ് ഇതിലുണ്ടായിരുന്നത്. 7 എന്ന് പറയുന്ന പുതിയ സബ് റൂളാണ്. റൂള് 3 സബ് റൂള് 7. Every application for the registration of a cooperative society shall be submitted and processed through online or on physical mode. അതായത് ഈ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഓൺലൈനായിട്ടും പ്രോസസ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ മോഡിലും പ്രോസസ്സ് ചെയ്യാം, ഓൺലൈനായിട്ടും പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതാണ് സബ് റൂള് 7 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് റൂള് 3 ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന മാറ്റം. ആ രജിസ്ട്രേഷൻ ഫീസ് മാറിയത് കറക്റ്റായിട്ട് പഠിക്കുക. ഇനി അടുത്തത് സെക്ഷൻ അല്ല കേട്ടോ, ഇത് റൂളാണ്. റൂള് 4 മാറ്റം വന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ. റൂള് 4 രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ക്ലോസ് 2 മാറ്റം വന്നിരിക്കുന്നത്. ഇതിലൊരു ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലോസ് 2 പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ രജിസ്ട്രാർ ഷാൾ എക്സാമിൻ ദ ആപ്ലിക്കേഷൻ ആൻഡ് എ ബൈലോ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഇൻ ക്ലോസ് A to F ഓഫ് ദ സെക്ഷൻ A ആൻഡ് റൂൾ 3 ആർ സാറ്റിസ്ഫൈഡ്. രജിസ്ട്രാർ നമ്മുടെ രജിസ്ട്രേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 7 ക്ലോസ് A to F വരെയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഇത് A to E എന്നായിരുന്നു കൊടുത്തിരുന്നത്, അത് F എന്നായി മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആക്ട് അമെൻമെൻറ്റിന് സെക്ഷൻ 7 ഈ സബ്സെഷൻ 1 ABCDE വരെയുള്ള ക്ലോസുകളുടെ ഒപ്പം നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു പുതിയ ക്ലോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അമെൻമെൻറ്റിൽ നമ്മുടെ സെക്ഷൻ്റെ അമെൻമെൻറ്റിൽ ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എഫ് ആണ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ സെക്ഷൻ 7 സബ് റൂള് 1 ABC എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ടും ഒരു രജിസ്ട്രേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടി അത് നമ്മുടെ ആക്ടിനും റൂളിനും അനുസരിച്ചിട്ടായിരിക്കണം. പിന്നെ സെക്ഷൻ 4 അനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം അതിലുണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതേ ഒബ്ജക്റ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനുമായിട്ട് ഓവർലാപ്പ് ചെയ്യരുത്. പിന്നെ ബൈലോയുടെ പ്രൊവിഷൻസിനെല്ലാം റൂളിൻ്റെയും ആക്ടിൻ്റെ എല്ലാത്തിൻ്റെയും അനുസരിച്ചിട്ടായിരിക്കണം പ്രപ്പോസ്ഡ് ബൈലോയിലെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ബിസിനസ് സൗണ്ട്നെസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ABCDE പറയുന്നത്. എഫ് എന്ന് പറയുന്ന പുതിയ ക്ലോസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ് മിനിമം ഷെയർ ക്യാപിറ്റൽ
2,50,000 രൂപ കളക്ട് ചെയ്യണം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ മിനിമം ഷെയർ ക്യാപിറ്റൽ 1,00,000 രൂപ കളക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എഫ് എന്ന് പറഞ്ഞ ക്ലോസിലുള്ളത്. അപ്പോൾ ഇനി രജിസ്ട്രേഷനുള്ള അപേക്ഷ എക്സാമിൻ ചെയ്യുമ്പോൾ A to F വരെയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നാണ് ക്ലോസ് 2ൽ വന്നിരിക്കുന്ന മാറ്റം. ഓക്കെ, റൂൾ 4ൽ ക്ലോസ് 2ൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ക്ലോസ് 4ലാണ് മാറ്റം വന്നിരിക്കുന്നത്. ക്ലോസ് 4ൽ പറയുന്നത് if the registrar is satisfied that the proposed society is complied with the above requirement, he may request the chief promoter to submit a certificate from the financing bank stating the credit balance by way of deposited the initial share capital collected from the promoting members in favor of the proposed society as per section 7 and may register the society and its bylaw എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുമ്പ് ഈ 4ാമത്തെ ക്ലോസിലുണ്ടായിരുന്ന കാര്യം ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് രജിസ്ട്രാർക്ക് അതെല്ലാം ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൊസൈറ്റിയും അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോം നമ്പർ 3ൽ ഒഫീഷ്യൽ സീലിൽ രജിസ്ട്രാർ അത് സൈൻ ചെയ്ത് അവർക്ക് ഫോം നമ്പർ 3ൽ എന്താണ് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് ഈ ക്ലോസ് 4ൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടി അതെല്ലാം ശരിയാണ് എന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചീഫ് പ്രൊമോട്ടറോട് നമ്മുടെ ആ സൊസൈറ്റിയുടെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്ത് അത് ഫിനാൻസിങ് ബാങ്കിൽ അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത്. അതായത് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു, ക്രെഡിറ്റ് സൊസൈറ്റീസ് 2,50,000 നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് 1,00,000 ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്തിരിക്കണം എന്ന്. ആ എമൗണ്ട് ഇവർ ഫിനാൻസിങ് ബാങ്കിൽ അടയ്ക്കണം. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടെയാണ് ഇവിടെ ഈ ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് കൊടുത്ത് അതെല്ലാം ഓക്കെ ആണെന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ. സൊസൈറ്റി അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്ത് ഫോം നമ്പർ 3ൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് ക്ലോസ് 4ൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് അവിടെ മാറ്റം വന്നിട്ടുള്ളൂ. ഫിനാൻസിങ് ബാങ്കിൽ ഈ ഷെയർ ക്യാപിറ്റൽ അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കണം. ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ക്ലോസ് 6ലാണ്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ക്ലോസ് 6ൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ any decision to register the society shall be made within 60 days from the date of receipt of application. രജിസ്ട്രാർ ഒരു ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ അതിൽ തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ഇതെത്രയായിരുന്നു? 90 ദിവസമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇപ്പോൾ 60 ദിവസത്തിനുള്ളിൽ ഇതിൽ തീരുമാനം എടുക്കണം എന്ന് മാറിയിട്ടുണ്ട്. അതാണ് ക്ലോസ് 6 പറയുന്നത്. പിന്നെ ക്ലോസ് 8 എന്ന് പറയുന്ന ഒരു പുതിയ ക്ലോസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്ലോസ് 7 വരെയാണ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 8 എന്നുള്ളത് ആഡ് ചെയ്ത് വന്നതാണ്. ഇൻ സൊസൈറ്റി വെയർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ റെമിറ്റൻസ് ഓഫ് ഫീ ആൻഡ് ഓൾ അതർ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ഇറ്റ് ഷാൾ ബി പ്രൊസസ്ഡ് ത്രൂ സച്ച് ഓൺലൈൻ സിസ്റ്റം. അതായത് ഓൺലൈൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഈ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനും റെമിറ്റൻസ് ഓഫ് ഫീയും പിന്നെ എല്ലാ അതർ ട്രാൻസാക്ഷൻസും ഓൺലൈൻ വഴി പ്രോസസ്സ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ഏതിൽ വന്നിരിക്കുന്നത്? നമ്മുടെ റൂൾ 4 രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് 2ൽ വന്നിരിക്കുന്നത് സെക്ഷൻ 7 അതിൻ്റെ സബ്സെഷൻ 1ൽ ക്ലോസ് A to F വരെയുള്ള കാര്യങ്ങൾ രജിസ്ട്രാർ എക്സാമിൻ ചെയ്യണം. പിന്നെ ക്ലോസ് 4ലാണ് മാറ്റം വന്നിരിക്കുന്നത്. ചീഫ് പ്രൊമോട്ടറോട് ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്തത് ഫിനാൻസിങ് ബാങ്കിൽ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ആവശ്യപ്പെടണം. പിന്നെ 6ൽ വന്നിരിക്കുന്നത് ക്ലോസ് 6ൽ വന്നിരിക്കുന്നത് 60 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ മേൽ രജിസ്ട്രാർ തീരുമാനമെടുക്കണം. പിന്നെ 8 എന്ന് പറയുന്ന ഒരു പുതിയ ക്ലോസ് വന്നിട്ടുണ്ട്. അതിൽ ഈ ഓൺലൈൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനും റെമിറ്റൻസ് ഓഫ് ഫീയും പിന്നെ എല്ലാ അതർ ട്രാൻസാക്ഷൻസും ഓൺലൈൻ വഴി നടത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു പുതിയ റൂള് ആഡ് ചെയ്തതാണ്. നമുക്ക് 4A എന്ന് പറയുന്ന ഒരു റൂള് നമുക്ക് ഉണ്ടായിരുന്നു. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ
ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ് എന്നുള്ളതായിരുന്നു അത്. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയത് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ റൂള് 4A പറയുന്നത്. ഇപ്പം അതല്ലാതെ 4B എന്ന് പറയുന്ന ഒരു പുതിയ റൂള് കൂടെ പുതിയതാണ്, അത് ആഡ് ചെയ്തിരിക്കുകയാണ്. 4Bയിൽ മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന രീതിയെ പറ്റിയിട്ടാണ് 4Bയിൽ പറയുന്നത്. പുതിയ റൂളാണ് കേട്ടോ. ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി, ദ സർട്ടിഫിക്കറ്റ് ടു ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ under subsection 2 of section 10 shall be in form number 3B of appendix 2 to this rule എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്ന അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 10 സബ്സെഷൻ 2 പറയുന്നത്. ആൻഡ് സെക്ഷൻ 10 സബ്സെഷൻ 2 നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കണം? ഫോം നമ്പർ 3Bയിലായിരിക്കണം എന്നാണ് പറയുന്നുള്ളൂ. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഫോംസിൻ്റെ ഇതാണ്. അത് കാരണം ഫോം നമ്പർ 3B ഓഫ് അപ്പൻഡിക്സ് 2 ഈ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4Bയിൽ മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ event of change of name of society. So ഫോം നമ്പർ 3Bയിൽ ഇഷ്യൂ ചെയ്യണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മാത്രമേ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ അടുത്ത മാറ്റം റൂള് 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ് റൂള് 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 5 സബ് റൂള് 2 ക്ലോസ് 8 മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 5 സബ് റൂള് 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതിലാദ്യം പറയുന്നത് മാക്സിമം ലോൺ, ഒരു മെമ്പർക്ക് കൊടുക്കേണ്ട മാക്സിമം ലോൺ എത്രയാണെന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറയണം. പിന്നെ മൂന്നാമത്തെ ക്ലോസിൽ ആ ലോൺ ഇഷ്യൂ ചെയ്യുന്നുള്ള കണ്ടീഷൻസിനെ പറ്റി പറയണം. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിൽ 8 എന്ന് പറഞ്ഞ പുതിയൊരു ക്ലോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 7 ക്ലോസുകളാണ് ഉണ്ടായിരുന്നത്. 8ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി ആണ് പറയുന്നത്. ഒരു ബോറോവറുടെ ഇൻകം, ലയബിലിറ്റിയും ആൻഡ് അയാളുടെ റീപേയിങ് കപ്പാസിറ്റീനെയും പറ്റി ക്ലോസ് 8 പറയുന്നു. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ക്ലോസ് ആണ് കേട്ടോ, ന്യൂ ആണ്. പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത്, ആ ഒരു മാറ്റം മാത്രമാണ് ഈ റൂൾ 5 വന്നിട്ടുള്ളൂ. പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റൂള് 9 9 എന്ന് പറയുന്നത് പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ആണ്. ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റമാണ്. ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മൾ പറയാൻ തുടങ്ങി നമ്മുടെ ചെറിയ കാര്യമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊന്ന് വായിക്കാം. No such resolution shall be valid in the case of a society having not more than 1,000 members unless intimation of the amendment proposed has been given to a member of the society in person and their full signature in token of having received the same has been obtained or by registered post or speed post or such courier service approved by High Court of Kerala or Government of Kerala. ആൻഡ് ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊസീജിയർ ഓഫ് ബൈലോയിൽ ക്ലോസ് 2 മാറ്റം വന്നിട്ടുള്ളത്. അങ്ങനെ ഭീകരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ക്ലോസ് 2 പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർക്കും. അതിന് നമ്മുടെ മെമ്പേഴ്സിന് നമ്മൾ ഇൻറ്റിമേഷൻ കൊടുക്കണം. ആ കാര്യങ്ങളാണ് നമ്മുടെ ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 500, നോട്ട് മോർ ദാൻ 500, 500-ൽ കൂടുതലല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻ പേഴ്സൺ അറിയിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് ബൈലോ അമെൻമെൻറ്റിൽ ഉണ്ടായിരുന്നു. അതിലാണ് ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. ഈ 500 എന്ന് പറയുന്നത് എന്തായി? 1,000 ആയി. അതായത് 1000 പേര് കൂടിയിട്ടില്ല എങ്കിൽ, നോട്ട് മോർ ദാൻ 1,000 മെമ്പേഴ്സ് ആണ് എങ്കിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇൻറ്റിമേഷൻ എങ്ങനെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റ്, ഇപ്പോൾ ഇൻ പേഴ്സൺ പറയുന്നത് ഇൻ പേഴ്സൺ, പിന്നെ രജിസ്ട്രേഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്
അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഹൈക്കോർട്ട് ഓഫ് കേരളയോ ഗവൺമെൻറ് ഓഫ് കേരളയോ അപ്രൂവ് ചെയ്ത കൊറിയർ സർവീസോ വഴി നമ്മൾ മെമ്പേഴ്സിനെ അറിയിക്കണം. എങ്ങനെയാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 1000-ൽ കൂടിയിട്ടില്ല എങ്കിൽ അങ്ങനെ വേണം അറിയിക്കാൻ. ഇനി അതർ കേസ് ആണെങ്കിൽ, അതായത് 1000-ൽ കൂടുതലാണ് മെമ്പേഴ്സിൻ്റെ എണ്ണമെങ്കിലോ, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതി തന്നെയാണ്. ദാറ്റ് ഷാൾ ബി സഫിഷ്യൻറ്റ് ഇഫ് ദ ഡേറ്റ്, ടൈം, പ്ലേസ് ആൻഡ് അജണ്ട ഓഫ് സച്ച് ജനറൽ ബോഡി മീറ്റിംഗ് ആർ പബ്ലിഷ്ഡ് ഇൻ 2 vernacular diaries, vernacular dailies having wide circulation within the area of operation of the society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെമ്പേഴ്സിൻ്റെ എണ്ണം 1000 പേരിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, ടൈം, പ്ലേസ് ആൻഡ് അതിൻ്റെ അജണ്ട ഇത് എല്ലാം 2 നമ്മുടെ വെർണാക്കുലാർ ഡയറീസിൽ 2 പത്രങ്ങളിൽ, ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 2 പത്രങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഡേറ്റ്, ടൈം, പ്ലേസ്, അജണ്ട ഓഫ് സച്ച് ജനറൽ ബോഡി മീറ്റിംഗ് വിത്ത് ഡീറ്റെയിൽ ഓഫ് അമെൻമെൻറ്റ് പ്രപ്പോസ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡേറ്റും ടൈമും പ്ലേസും പിന്നെ അതിൻ്റെ അജണ്ടയും അതുപോലെ തന്നെ എന്താണ് അമെൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഉൾപ്പെടെ ആ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചസിൻ്റെയും നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പത്രത്തിൽ കൊടുക്കുമ്പോൾ ഡേറ്റും ടൈമും പ്ലേസും അജണ്ടയും മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസിലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടുമ്പോൾ ഡേറ്റും ടൈമും പ്ലേസും അജണ്ടയും അതുപോലെ തന്നെ അമെൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് അമെൻമെൻറ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത്, അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ വെച്ചു സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലും അതിൻ്റെ ബ്രാഞ്ചസിലും. പിന്നെയും അത് കൊടുക്കാനുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ബ്രാഞ്ചസ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് KSCBയുടെ ബ്രാഞ്ചസിൽ കൊടുക്കണം. പിന്നെ പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പൽ ഓഫീസ്, റീജിയണൽ ഓഫീസ് ഓർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ വില്ലേജ് ഓഫീസ് അവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ എന്നുള്ളതൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നായി മാറിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ മുനിസിപ്പൽ കോർപ്പറേഷനായി മാറി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് ഈ ഒരു ക്ലോസിൽ വന്നിരിക്കുന്നത്. പിന്നെ നോട്ടീസ് ബോർഡ് ഓഫ് ഓഫീസ് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ വേണം. പിന്നെ വില്ലേജ്, ബ്ലോക്ക്, താലൂക്ക് ലെവൽ ഓഫ് ഓഫീസ് ഓഫ് ഫങ്ഷണൽ രജിസ്ട്രാർ കൺസേൺ ടു ഹൂം ദ സൂപ്പർവിഷൻ ഈസ് വെസ്റ്റഡ്. പിന്നെ ഓഫീസ് ഓഫ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. പിന്നെ ഓഫീസ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ വിച്ച് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ഫോൾസ്. ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസിൽ. പിന്നെ സൊസൈറ്റി മേ ഓൾസോ ഇൻഫോം ഡേറ്റ് ഓഫ് മീറ്റിംഗ് ബൈ ഷോർട്ട് മെസ്സേജ് സർവീസ്, സെല്ലുലാർ ഫോൺസ് ഓർ അതർ കമ്പ്യൂട്ടർ ഡിവൈസസ് ഓർ ഇമെയിൽ or local television channel or the exhibiting banners in prominent place within the area of operation of the society എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മുടെ ഇതിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഷോർട്ട് മെസ്സേജ് കൊടുക്കാം മെമ്പേഴ്സിന്. പിന്നെ കമ്പ്യൂട്ടർ ഡിവൈസസ്, പിന്നെ ഇമെയിൽ, ലോക്കൽ ടെലിവിഷൻ ചാനൽസ്, പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലെ പ്രോമിനൻറ്റ് പ്ലേസസ് അവിടെ ബാനർ വയ്ക്കാം. അങ്ങനെ പല പല രീതിയിൽ ഇൻറ്റിമേഷൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ അമെൻമെൻറ്റിൽ ഈ ഒരു കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, ഇൻറ്റിമേഷൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റി തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കും. അതിൻ്റെ ഇൻറ്റിമേഷൻ എങ്ങനെ മെമ്പേഴ്സിന് കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഈ റൂൾ 9 ക്ലോസ് 2 പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 1000-ൽ കൂടുതലല്ലെങ്കിൽ എന്ന് വെച്ചാൽ 1000 പേരുള്ളെങ്കിൽ, നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ് ആണെങ്കിൽ ഇൻ പേഴ്സൺ അറിയിക്കാം, രജിസ്ട്രേഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, പിന്നെ അംഗീകൃത കൊറിയർ സർവീസ് വഴി, ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത കൊറിയർ സർവീസ് വഴി അറിയിക്കാം. ഇനി 1000 പേരിൽ കൂടുതലാണെങ്കിൽ 2 വെർണാക്കുലാർ ഡെയിലീസിൽ
ഡേറ്റും ടൈമും പ്ലേസും അജണ്ടയും കൂടിയിട്ടുള്ള ഒരു പത്രപരസ്യം കൊടുക്കാം. പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെയും ആ സൊസൈറ്റിയുടെ ബ്രാഞ്ചസിൻ്റെയും നോട്ടീസ് ബോർഡിൽ ഡേറ്റും പ്ലേസും ടൈമും അജണ്ടയും ഡീറ്റെയിൽസ് ഓഫ് അമെൻമെൻറ്റും എഴുതിയ കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ബ്രാഞ്ചിൽ പിന്നെ ഇതീ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പൽ ഓഫീസ്, റീജിയണൽ ഓഫീസ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ, വില്ലേജ്, പിന്നെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ ജനറലിൻ്റെ നോട്ടീസ് ബോർഡിൽ, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, പിന്നെ വില്ലേജ്, ബ്ലോക്ക്, താലൂക്ക് ലെവൽ ഫങ്ഷണൽ രജിസ്ട്രാറുടെ ഓഫീസിൽ, പിന്നെ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസിൽ, പിന്നെ ഷോർട്ട് മെസ്സേജ്, ഇമെയിൽ, ടെലിവിഷൻ ചാനൽ, പിന്നെ ബാനറായിട്ട് ഒട്ടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇത് കുറേ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ ഒത്തിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. പിന്നെ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് ക്ലോസ് 4 വന്നിരിക്കുന്ന മാറ്റമാണ്. ഓക്കെ, ഇതിൽ ക്ലോസ് 4 സി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ക്ലോസ് ഉണ്ട്. ക്ലോസ് 4 സി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെല്ലാൻ റെസിപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് മാറിയിട്ടുണ്ട്. ട്രഷറി ചെല്ലാൻ റെസിപ്റ്റ് ₹1000 ആൻഡ് ഇൻ ദ കേസ് ഓഫ് വുമൺ ഓർ സ്കൂൾ ഓർ SC/ST സൊസൈറ്റീസ് ദ ചെല്ലാൻ റെസിപ്റ്റ് ഓഫ് ₹15. അതായത് നേരത്തെ നമ്മുടെ ബൈലോ അമെൻമെൻറ്റിൻ്റെ റെസിപ്റ്റ് എന്ന് പറയുന്നത് ചെല്ലാൻ റെസിപ്റ്റ് ₹500 ആയിരുന്നു. ഇപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോയ്ക്ക് എത്രയാണ്? ₹1000 ആണ്. ചെല്ലാൻ റെസിപ്റ്റിൻ്റെ എമൗണ്ട് മാറിയിട്ടുണ്ട്. വുമൺ, SC/ST, സ്കൂൾ, കോളേജിനെല്ലാം 50 ആണ്. നേരത്തെ 50 ആയിരുന്നു, ഇപ്പോഴും അതാണ്. അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ലാതെയുള്ള കാര്യങ്ങൾക്കാണ് 500 എന്നുള്ളത് 1000 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റൂള് 13 13 പറയുന്നത് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. ഇതിൽ മെർജർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നില്ല. അതിൽ മെർജർ എന്ന് പറഞ്ഞ് ആ ഹെഡിങ്ങിൽ ഒരു വേർഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 14 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഈ സെക്ഷൻ 14 വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ആക്ടിൻ്റെ അമെൻമെൻറ്റ് ചെയ്തപ്പോൾ അതിൽ പറയുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം സബ്സെഷൻ 1 ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സബ്സെഷൻ 1 വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എവറി സൊസൈറ്റി ഡിസയറിങ് ടു എഫക്റ്റ് അമാൽഗമേഷൻ, അമാൽഗമേഷൻ്റെ ഒപ്പം എന്ത് വന്നു? മെർജർ എന്നുള്ള ഒരു വേർഡ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഷാൽ കൺവീൻ എ സ്പെഷ്യൽ ജനറൽ ബോഡി കോൾഡ് ഫോർ ദ പർപ്പസ് ഗിവിംഗ് 15 days clear notice 15 clear days notice and pass resolution for amalgamation, merger, transfer of asset and liabilities or division as case may be by 2/3 majority of the members present and voting at the meeting എന്നാണ്. ഇതിൽ ഈ 2/3 majority എന്നുള്ളത് മാറിയിട്ട് സിമ്പിൾ മെജോറിറ്റി എന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമാൽഗമേഷൻ്റെ ഒപ്പം നമ്മൾ മെർജറിൻ്റെ കാര്യം കൂടി പരിഗണിക്കുക. അമാൽഗമേഷൻ്റെ അടുത്തെല്ലാം മെർജർ എന്ന് പറയുന്നൊരു വേർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റിക്ക് നമ്മൾ ആദ്യം ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ സ്പെഷ്യൽ ജനറൽ ബോഡിക്ക് 15 clear days നോട്ടീസ് കൊടുക്കണം. അത് കൊടുത്ത് ഈ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ഇതിന് ഒരു സിമ്പിൾ മെജോറിറ്റി, 2/3 മെജോറിറ്റി എന്നുള്ളത് മാറിയിട്ട് സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ദ മീറ്റിംഗ് എന്നായിട്ടുണ്ട്. ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ഇൻ ദ കേസ് ഓഫ്, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലും പറഞ്ഞിട്ടുള്ളതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ, മെർജർ or division and division, the resolution shall include the scheme and draft bylaws proposed for adoption consequent on the approval of the proposal. The draft bylaw shall include the provision of appointment of the first committee by nomination എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ നേരത്തെ അതിൽ ഉണ്ടായിരുന്ന അതേ കാര്യം തന്നെയാണ്. അതിൽ മെർജർ എന്ന് പറഞ്ഞ് പുതിയൊരു ഈ ഒരു വേർഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഈ സബ് റൂള് 1 വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ 2A എന്ന് പറയുന്ന ഒരു പുതിയ സബ് റൂള് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റൂള് 13 സബ് റൂള് 2A എന്ന് പറയുന്ന പുതിയ റൂളാണ്.
every cooperative society which intended to merge with another society shall prepare a scheme of merger and submit the same and pass such a resolution with a simple majority at the general body meeting of each such merging society convened for the purpose of such merger of the society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികൾ ഒരു സ്കീം അത് സൊസൈറ്റികളിൽ ഒരു സ്കീം പ്രിപ്പയർ ചെയ്തിട്ട് അത് ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ആ റെസൊല്യൂഷൻ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികൾ ഒരു സ്കീം പ്രിപ്പയർ ചെയ്ത് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ് ചെയ്യണം. മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികളെല്ലാം ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. The scheme shall contain the detail of such merging societies as well as other details such as objective, function, area of operation, structure and detailed scheme of transfer of asset and liabilities of the merged society. ഈ സ്കീം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ സ്കീമിൽ ആ സൊസൈറ്റീസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ, പിന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഡീറ്റെയിൽ സ്കീമുകൾ എല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സബ് റൂള് 3യിലാണ് പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. ഓൺ ദ റെസിപ്റ്റ് ഓഫ് ദ റിപ്പോർട്ട് ഫ്രം ദ സൊസൈറ്റി അണ്ടർ സബ് റൂള് 2, the registrar shall, after satisfying himself that the procedure has been properly followed, declare that the resolution has taken effect and register the amalgamated, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വരും, മെർജ്ഡ് എന്ന് വരും, മെർജ്ഡ് ഓർ ഡിവൈഡഡ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് രജിസ്ട്രാർ ഈ പ്രൊസീജിയറെല്ലാം നോക്കി രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ടേക്കൺ ഇഫക്റ്റിൽ വരും എന്നാണ് പറയുന്നത്. അമാൽഗമേഷനും മെർജിങ്ങും ആൻഡ് ഡിവൈഡഡ് സൊസൈറ്റീസും അതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ അമാൽഗമേറ്റഡിൻ്റെ ഒപ്പം ഈ മെർജറും കൂടെ വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ റൂള് 13 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൽ അമാൽഗമേഷൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെർജർ എന്ന് പറയുന്ന വേർഡും കൂടെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് നൽകി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനെ പറ്റി പറയേണ്ടത് 2/3 മെജോറിറ്റി എന്നുള്ളത് സിമ്പിൾ മെജോറിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് വന്ന മാറ്റം. പിന്നെ 2A എന്ന് പറയുന്ന ഒരു പുതിയ സബ് റൂൾ ആഡ് ചെയ്തു. അതായത് മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികൾ ഒരു സ്കീം പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ സൊസൈറ്റിയിൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അവതരിപ്പിച്ച് അതിന് സിമ്പിൾ മെജോറിറ്റിയിൽ ആ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആൻഡ് ഈ സ്കീമിൽ എന്ന് പറയുന്നത് ആ മെർജിങ് സൊസൈറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അതെല്ലാം അതിൽ വിശദമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂള് 13 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ സൊസൈറ്റി, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇനി ബാക്കിയുള്ള നമ്മുടെ അമെൻമെൻറ്റ്സ് പാർട്ട് 2 വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്